സെലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ, സ്വാഗതം. നമസ്തേ സാർ, ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ഇന്ധന പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാം. ക്രൂഡ് ഓയിലിൻ്റെ വില $120 വരെയൊക്കെ എത്തി. അപ്പോഴാണ് വലിയ വിലവർദ്ധനവിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ക്രൂഡ് ഓയിൽ വന്ന് കുന്നുകൂടുന്നൊരവസ്ഥ സമീപഭാവിയിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ധന വിലയിൽ, ക്രൂഡ് ഓയിലിൻ്റെ ആഗോള വിലയിൽ ഇപ്പം എൻ്റെ അറിവ് പ്രകാരം ഏതാണ്ട് $72 മറ്റോ ആണ്. അതിൽ നിന്നൊക്കെ വലിയ ഇടിവിലേക്ക് പോകുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് സാർ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 2027 ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ ഗ്ലട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി. ഇത് എണ്ണ മാർക്കറ്റിലെ വില വ്യത്യാസങ്ങളെ കുറിച്ചും മറ്റ് പ്രതിഭാസങ്ങളെ കുറിച്ചും പഠിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ്. 40-ലധികം രാജ്യങ്ങൾ അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഇന്റർനാഷണൽ എനർജി IEA. അവരുടെ പ്രവചനമാണിത്. അതായത് മാർക്കറ്റിൽ ആവശ്യത്തിലധികം ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ എത്തും എന്നാണ് അവര് മുൻകൂട്ടി കാണുന്നത്. IEAയുടെ പ്രവചനം അനുസരിച്ച് ആവശ്യത്തിൽ, അതായത് ദൈനംദിനം ആവശ്യമുള്ളതിനേക്കാൾ 4.5 മില്യൺ ബാരൽ എണ്ണ അധികമായിട്ട് വരും ദിവസങ്ങളിൽ 2027 തുടക്കമാകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ എത്തും. ഇത് എണ്ണവില താഴോട്ട് കൊണ്ടുവരും. അവരതിന് പറയുന്ന കാരണം, ഇപ്പോ ഒപെക് രാജ്യങ്ങള് എണ്ണയുടെ ഉൽപാദനത്തിൽ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ടാർഗറ്റ് വെച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അംഗരാജ്യങ്ങൾക്ക്. ഓരോ അംഗരാജ്യത്തിനും ഇത്ര എണ്ണ മാത്രമേ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം. അത് മാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. അപ്പോ ആ നിയന്ത്രണം ഇപ്പോഴവർ എടുത്തു കളഞ്ഞു. കാരണം ഈ ഇറാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയിൽ. എന്നിരിക്കലും പെട്ടെന്ന് എണ്ണവില വർദ്ധിക്കില്ല എന്നായിരുന്നു എല്ലാവരുടെയും കണക്കൂട്ടൽ. കാരണം എന്തെന്നാൽ ഈ പല മുഖ്യ രാജ്യങ്ങൾ, ഇപ്പം ചൈന, ഇന്ത്യ അതുപോലുള്ള പല രാജ്യങ്ങൾക്കും ക്രൂഡ് ഓയിൽ റിസർവ് ഉണ്ട്. അതായത് ഒരു 3 മാസത്തേക്കൊക്കെയുള്ള റിസർവ് ഇന്ത്യയുടെ കയ്യിലും 6 മാസത്തോളമുള്ള റിസർവ് ചൈനയുടെ കയ്യിലും ഒക്കെ ഉണ്ട്. അപ്പോ ആ റിസർവിലെ, ലോകമെമ്പാടും ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലെ റിസർവിലെ മൊത്തം എണ്ണ ശേഖരത്തിൽ 1 ബില്യൺ ബാരൽ, അതായത് 100 കോടി ബാരൽ എണ്ണയുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി വിലയിരുത്തിയത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ എണ്ണയുടെ വില അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഒപ്പിട്ട, യുദ്ധം നിർത്തിക്കൊണ്ടുള്ള, താൽക്കാലികമാണെങ്കിൽ കൂടി അവരുടെ തമ്മിലുള്ള ഒരു ഡീൽ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോ പെട്ടെന്ന് തന്നെ വില താഴ്ത്തു. ഇപ്പോ പ്രേം സൂചിപ്പിച്ച പോലെ ഈ കഴിഞ്ഞ ദിവസം ബ്രന്റ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിൽ ബെഞ്ച്മാർക്ക് പ്രൈസ് 72 സംതിങ് ആയിരുന്നു, ഡോളർ ആയിരുന്നു ഒരു ബാരലിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. അത്രയും മൂല്യമില്ലാത്ത വെസ്റ്റ് ടെക്സാസിന്റെ WTI ഇൻഡെക്സ് പ്രകാരം ആ ഇൻഡെക്സിൽ വിൽക്കപ്പെടുന്ന എണ്ണയുടെ വില $70 താഴെ പോയി, 68 സംതിങ് ആയി. ഒരു 4-5 മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലേക്ക് എണ്ണവില താഴോട്ട് പോകുന്നത്. യുദ്ധത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ എണ്ണവില മുകളിലോട്ട് കയറി തുടങ്ങിയിരുന്നു, യുദ്ധം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രചരണത്തിനെ തുടർന്ന്. അത് മാത്രമല്ല, ഈ പരമാവധി യുദ്ധത്തിന്റെ സമയത്ത് എണ്ണവില കൂടിയത് ഒരു ബാരലിന് $126 എന്നുള്ള നിലയിലേക്ക് മാത്രമാണ്. അതാണ് പരമാവധി കൂടിയത്. ശരിക്കും 2008 ഒടുവിൽ എണ്ണവില വലുതായിട്ട് വർദ്ധിച്ചിരുന്നു. അന്ന് ബാരലിന് $146 എന്ന നിലയിലേക്ക് എണ്ണവില വർദ്ധിച്ചു. 2008 ജൂണിൽ എണ്ണവില വളരെ താഴെ പോയിട്ട് പിന്നീട് ആ വർഷം അവസാനം പെട്ടെന്ന് കുതിച്ചു കയറി $146 എന്നുള്ള നിലയിലേക്ക് എത്തി. ആ നിലയിലോട്ട് പോലും ഇപ്പൊ ഈ യുദ്ധം ഉണ്ടായിട്ട് പോലും എത്തിയിട്ടില്ല. അപ്പോ എണ്ണ ദൗർലഭ്യത്തെ എങ്ങനെ മറികടക്കണമെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങി എന്നതിന്റെ സൂചനയും കൂടിയാണത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. ഇപ്പൊ ഇന്ന് ചൈനയിലെ ഈ വർഷം വിറ്റ വാഹനങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ എത്ര പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വിറ്റോ അത്ര തന്നെ. അതായത് ഇപ്പൊ 2 വാഹനമാണ് ഈ വർഷത്തെ ആദ്യത്തെ ദിവസം വിറ്റെങ്കിൽ അതിൽ ഒരെണ്ണം ഇലക്ട്രിക് വാഹനമാണ്.
2026 ജനുവരി 1 തൊട്ട് ഇന്ന് വരെ വിറ്റ വാഹനങ്ങളിൽ 50% ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വന്ന ഈ വലിയ വർധനവ് 1 മില്യൺ ബാരൽ എണ്ണ ഇറക്കുമതിയിൽ, ദൈനംദിന ഇറക്കുമതിയിൽ കുറവ് വരുത്താൻ ചൈനയെ സഹായിച്ചു എന്നാണ്. അത്ര ഇമ്പാക്റ്റ്, പ്രത്യാഘാതം മാർക്കറ്റിൽ ഉണ്ടായി. അപ്പോ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഓൾട്ടർനേറ്റീവ് എനർജി, ആ മേഖലയിൽ ലോകം വലിയ ശ്രദ്ധ കൊടുക്കുകയാണ്. ആ ഓൾട്ടർനേറ്റീവ് എനർജി വളരെ വ്യാപകമായി. ഇപ്പൊ സോളാർ എനർജി, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ പലയിടത്തും, പല വീടുകളും, ഇപ്പൊ കേരളത്തിൽ തന്നെ സോളാർ എനർജി ഉണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മുടെ ചുറ്റുപാട് ധാരാളം ഉണ്ട്. നമ്മളിപ്പോ റോഡിൽ ഇറങ്ങിയാൽ കാണാം ഇലക്ട്രിക് കാർ എത്ര എണ്ണം ഉണ്ട്. ടാറ്റയുടെ ഒക്കെ ഇലക്ട്രിക് കാർ എവിടെ നോക്കാം. അതുപോലെ തന്നെ ചൈനീസ് കാറുകളും ഒക്കെ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കാണാം. അപ്പോ ഇത് വലിയ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹോർമൂസ് അടച്ചപ്പോൾ ലോകം മറ്റു മാർഗങ്ങൾ തേടി. അതായത് മറ്റു വഴികളിലൂടെ എണ്ണ എങ്ങനെ കടത്താമെന്നുള്ളത്. ഇപ്പം ഉദാഹരണത്തിന് ചെങ്കടലിലൂടെ സൗദി അറേബ്യ എണ്ണ വ്യാപാരം തുടങ്ങി. അതുപോലെ തന്നെ ഒമാന്റെ തെക്കൻ തുറമുഖങ്ങള് ദൊഫാർ എന്ന് പറയുന്ന സലാല വഴി എണ്ണ വ്യാപാരം തുടങ്ങി. UAE അതുപോലെ മറ്റൊരു ഹോർമൂസിലേക്കല്ലാതെ നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുറക്കുന്ന ഒരു പോർട്ടുണ്ട് അബുദാബിയില്, അതുവഴി വ്യാപാരം തുടങ്ങി. അപ്പോൾ ഓൾട്ടർനേറ്റ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ഇനിയിപ്പോ 1 വർഷത്തിന് ശേഷം ഇറാൻ വീണ്ടും ഹോർമൂസ് അടക്കുകയാണെന്നിരിക്കട്ടെ, ലോകം അങ്ങനെ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അത് കാരണം ലോകം അതിന് തയ്യാറായിരിക്കും. അപ്പോ ഇതുപോലെ മാർക്കറ്റിന് അത് പെട്ടെന്ന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷം, ഇത് കാരണം എണ്ണയുടെ വില കുത്തനെ ഉയരാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. ഇപ്പോഴത്തെ എണ്ണവില വളരെ ന്യായമായ രീതിയിലേക്കുള്ള എണ്ണവില ഉണ്ടാകും. പക്ഷെ അടുത്ത വർഷം അത് എണ്ണ ഉൽപാദന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കനത്ത അടിയായിരിക്കും. പല രാജ്യങ്ങളിലും ഇറാന്റെ എണ്ണ മാർക്കറ്റിൽ വരികയാണ്. ഇറാന്റെ എണ്ണയ്ക്ക് ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. അതായത് പ്രമുഖ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒപ്പക്കിന്റെ കോട്ട, ഇൻഡിവിജ്വൽ കോട്ട എന്നുള്ളത് എടുത്തു കളഞ്ഞു. എല്ലാവർക്കും ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കാം. ഇറാന്റെ എണ്ണ ഇതുവരെ മാർക്കറ്റിൽ വളരെ കുറവായിരുന്നു. ഇറാൻ ഉടൻ തന്നെ ഒരു 3 മില്യൺ ബാരലെങ്കിലും ഒരു ദിവസം മാർക്കറ്റിൽ വിൽക്കാനുള്ള ശേഷി, 3-4 മില്യൺ ഒക്കെ വിൽക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഇറാൻ ഉൽപാദനം ആവശ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആണെങ്കിലും ശരി ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസിലേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് എണ്ണയുടെ ഉപഭോഗം കുറയുന്നു, മറുഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ഉൽപാദനത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നു. അത് മാർക്കറ്റിൽ എണ്ണയുടെ ഒരു ആധിക്യം ഉണ്ടാവുകയും വരും വർഷത്തെ 2027 പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഗ്ലട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാൻ പോവുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോ ഇന്റർനാഷണൽ എനർജി ഏജൻസി നൽകിയിരിക്കുന്നത്. എനിക്കൊരു സംശയം കൂടിയുണ്ട്. ഇപ്പോൾ ഒപ്പക്കിൻ്റെ ആ ഒരു എന്താ പറയുക, ഉൽപാദന ആ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് അവരെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നു. ശരി. അതോടൊപ്പം തന്നെ ഒപ്പക്കിൽ നിന്ന് UAE ഇപ്പോൾ പുറത്ത് കടന്നിട്ടുണ്ട്. അവർ 50 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ പെർ ഡേയിലേക്ക് കടക്കും എന്നും പറയുന്നുണ്ട്. ഇറാന്റെ എണ്ണയും വിപണിയിലേക്ക് വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. വിലയും കുറയുമെന്നുള്ള ഉറപ്പാണ്. അത് സാധാരണ ഇപ്പം ഞാനും താങ്കളും അടങ്ങുന്ന സാധാരണ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ പ്രയോജനം എത്രത്തോളം കിട്ടും? പ്രത്യേകിച്ച് ഈ നമ്മുടെ റിസർവുകളിൽ വലിയ കുറവുണ്ടായപ്പോൾ ഈ കുറഞ്ഞ വിലയിലുള്ള ക്രൂഡ് ഓയിൽ സംഭരിക്കാനായിട്ട് എടുക്കുവോ അതോ വിപണിയിലേക്ക് അത് നേരിട്ടെത്തുവോ? അതൊരു പ്രായോഗിക തലത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ഒന്ന് ചെറിയ തിരുത്തിയാൻ വരുത്തുകയാണ്. അതായത് 5 മില്യൺ ആയിരിക്കും UAE ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം 50 മില്യന് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ലോകത്ത് ഇന്ന് ഒരു രാജ്യത്തിനുമില്ല. 10 മില്യൺ ആണ്, 10 തൊട്ട് 12 മില്യൺ ആണ് സൗദി. എന്റെ തെറ്റാണ്. അത് എണ്ണത്തിൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം. പക്ഷേ ഇനി പ്രേം ചോദിച്ച രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ കിടക്കാം. അതായത് എണ്ണവില ഇന്ത്യ പോലൊരു രാജ്യം പെട്ടെന്ന് കുറയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ റിസർവുകളിലുണ്ടായ കുറവ് പരിഹരിക്കുന്നതിലാക്കും ഒരു 3 മാസത്തേക്ക് എന്തായാലും ഇന്ത്യ എണ്ണവില കുറയ്ക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. 3 മാസം കഴിയുമ്പോൾ നിശ്ചയമായിട്ടും വില കുറയും. 2 കാരണമുണ്ട്. 3 മാസം കഴിയുമ്പോൾ
ഓയിൽ കമ്പനികളുടെ നഷ്ടമൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ 6 മാസം കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷനും വരാൻ പോവുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എണ്ണവില തൽക്കാലത്തേക്ക് റീറ്റെയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില തൽക്കാലത്തേക്ക് കുറയില്ല എന്നാണ്. കാരണം സർക്കാരും ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം ഈ എണ്ണ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നാളെ വേണമെങ്കിൽ എന്തെങ്കിലും മറ്റൊരു കാരണം കൊണ്ട് കുതിച്ചു കയറാം. അപ്പോ ഇതുവരെയുള്ള നഷ്ടം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കേണ്ടതുണ്ട്. ന്യായമായ ഒരു ആവശ്യമാണ് സർക്കാരിന്റെ. പക്ഷെ അതുവരെ സർക്കാർ ഒന്ന് കാത്തിരുന്നതിന് ശേഷമായിരിക്കും. ഇപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പത്രത്തിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. കമേഴ്ഷ്യൽ ഉപഭോക്താക്കൾക്കുള്ള LPG നിയന്ത്രണം സർക്കാർ ഇന്ന് പിൻവലിച്ചു. മനസ്സിലായോ? അപ്പം ഇനി ആവശ്യത്തിന് പിന്നെ ഹോട്ടലുകൾക്കും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ, വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ ആവശ്യത്തിന് അവർക്ക് ഗ്യാസ് ഇന്ന് തൊട്ട് അവർക്ക് ലഭ്യമായി തുടങ്ങും. അപ്പൊ ആ മാറ്റം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ വിലയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ട വരും. ഒരുപക്ഷെ ഈ 3 മാസത്തിന് മുമ്പ് തന്നെ ചെയ്യാം. എന്തായാലും ശരി, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.